ഇത് രാഹുൽ, എന്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകൻ. എന്റെയും ബെസ്റ്റ് ഫ്രണ്ട്. ആളൊരു പഠിപ്പിസ്റ്റ, MBA ചെയ്യുന്നു. എന്റെ പേരൻസിന് എന്നേക്കാൾ വിശ്വാസ രാഹുലിന്റെ. എന്റെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ ഇവൻ മാത്രമേ ഉള്ളൂ. അഷഫേ, ജോലിങ് വന്നിരുന്നോ? നിന്റെ നിപ്പും ഭാവം കണ്ടപ്പോഴേ തോന്നി. എടാ നീ കാര്യം പറ. ആളകത്തില്ലേ? ഇല്ല. ഇവിടെ വന്നിരുന്നു, ചിലപ്പോൾ പോയി കാണും. ഞാനിടയ്ക്ക് പുറത്തേക്ക് ക്ലാരയാണ്ടി പറഞ്ഞു വിട്ടായിരിക്കും. അതെ, ജുവലിന്റെ ഒരു നല്ല കസ്റ്റമറാ, അതില്ലാതാക്കരുത്. ഇതാണ് എന്റെ മമ്മി, ഈ കഥയിലെ നായിക, എന്റെ മുഖ്യ ശത്രു. She irritates me. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയേ? അവിടെ തന്നെ കിടന്നാ പോരായിരുന്നോ? താനിവിടെ എത്തിയോ? എന്നാ ഞാൻ പൊക്കോട്ടെ ആൻറ്റി. ഇത് എത്രാമത്തെ തവണയാണെന്നറിയാവോ അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ അന്വേഷിച്ച് ആരെയും വിടണ്ടാന്ന്. ഞാനിങ്ങോട്ട് വന്നോളൂല്ലേ, കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. കൊച്ചുകുട്ടി അല്ലാത്തോണ്ടാ പേടി. ഈവൻ ജോക്കുട്ടൻ എന്റെ അനിയനാ, പക്ഷെ ആളൊരു സ്നേഹപ്പാരയാ. മമ്മി എന്നടാ ഇത്താലെ ഒന്ന് തോർത്തി തരൂ. ഡാൻസ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ എടുത്ത് വീട്ടിൽ ഇറങ്ങി പോയതാ. മണിക്കൂർ എത്ര കഴിഞ്ഞെന്നറിയാവോ? 3:30 ഡാൻസ് കഴിഞ്ഞു. ഞാൻ കോളേജിൽ വിളിച്ച് ചോദിച്ചായിരുന്നു. എന്തൊരു കഷ്ടമായിരുന്നു. എന്താടി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഈ സമയം വരെ നീ എന്തോ എടുക്കുമായിരുന്നു? ഓ, ചാറ്റിങ്ങിന് പോയതായിരിക്കും. ഒരു കാര്യം ചെയ്തോ, എവിടുന്നാന്നോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അവിടെ തന്നെ പോയി കിടന്നോ. ഈ വീട്ടിൽ താമസിക്കണമെങ്കിലേ നിന്റെ തോന്നിവാസത്തിന് പറ്റത്തില്ല. മന്നന്തിരിവേ കാണിക്കൊള്ളൂന്ന് വെച്ചാൽ എന്നെ എടുക്കാനാ? മമ്മി ചേച്ചി പോണു. എടിയടി അവിടെ നിൽക്കാൻ. എന്താ? എങ്ങോട്ടാ? മമ്മിയല്ലേ പറഞ്ഞത് വന്നിടത്തേക്ക് തിരിച്ചു പോക്കോളാം. ഓ അയ്യോ, തർക്കുത്തരം പറയാതെ കയറിപടി. നോക്കി പഠിപ്പിക്കുന്നോ? തുറച്ച് നോക്കാടി. മൂത്തത് കാണിക്കുന്ന ഇളയത് നിങ്ങൾ പഠിക്കുന്നേ. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല മമ്മി. പോടാ പട്ടി. മമ്മി എന്നടാ മമ്മിക്ക്? ഇതാണ് എന്റെ ഡാഡി, ജോസഫ് അലക്സ്, ബാങ്ക് മാനേജറാ. ഡാഡി ഒരു പാവാ. ഡാഡിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ശങ്കരേട്ടാ, ശങ്കരേട്ടാ, കഴിഞ്ഞു സാറേ. ഒരു കണക്കിന് തീർത്തു. ഇന്നെങ്കിലും നേരത്തെ പോവാന്ന് വിചാരിച്ചാ എവിടെ? പണ്ടൊക്കെ ബാങ്ക് ജോലി എന്ന് പറഞ്ഞാ എന്ത് സുഖമായിരുന്നു. സത്യം പറഞ്ഞാൽ വെറുത്തു തുടങ്ങി. ഇനി VRS വന്നാ അപ്പം ഞാൻ ചാടും. നല്ലൊരു ശതമാനം ആൾക്കാരും VRS നോക്കിയിരിക്കുക. അത് മുകളിലിരിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് ഉടനെ ഒന്നും VRS ഉണ്ടാവത്തില്ല. സാറ് പോയിക്കോ, ഞാൻ പൊട്ടിക്കോളാം. അപ്പൊ ഗുഡ് നൈറ്റ്. ആട്ടെ സാർ. പെൺപിള്ളേര് തള്ളമാരെ അനുസരിക്കണം. അതങ്ങനെ കൊഞ്ചിക്കാനൊരു അപ്പനുണ്ടല്ലോ. പോത്ത് പോലെ വളർന്നു എന്നാ അമ്മ ഒരു കൈ സഹായിക്കുക. നിന്നോട് ഇവിടെ നിന്ന് പഠിക്കരുതെന്ന് ഡാഡി പറഞ്ഞിട്ടില്ലേ? ന്യൂസ് പഠിക്കാനായി വന്നിരിക്കുക. ആദ്യം സ്വയം നന്നാക്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാം. നീ പോടാ. നീ പൊടി. നിന്നോട് രണ്ടോടും മേടിക്കേണ്ട കയ്യിന്ന്. ഇത് തോമസ് അങ്കിൾ, രാഹുലിന്റെ പപ്പ, ഡാഡിയുടെ ബാല്യകാല സുഹൃത്ത്. ഇവരുടെ സൗഹൃദമാണ് ഈ രണ്ട് കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്തുന്നത്. രാഹുൽ, എടാ രാഹുൽ, എന്താപ്പാ? നീ എന്താടാ കാർ റേസിന് പോകുന്നുണ്ടോ? ഇല്ല. അപ്പനെന്താ അങ്ങനെ ചോദിച്ചേ? നീ ഇന്ന് ടൗണിലൂടെ കാർ ഓടിച്ച് മിന്നൽ പോലെ പോയെന്ന് ഒരാൾ എന്നോട് പറഞ്ഞല്ലോ. നിന്റെ ഓവർ സ്പീഡിനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട്. ഇനി മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ലേ കാറെ ഞാൻ തൊടാൻ അനുവദിക്കില്ല. ഇതെന്നെ ഇവിടെ ചോറൊന്നും കൊണ്ട് വെച്ചില്ലേ? എടി മേരി. ഇത് മേരി ആന്റി, രാഹുലിന്റെ അമ്മ. പക്ഷെ എനിക്കൊരു പാരയാ. എന്റെ കോളേജിലാ മേരി ആന്റി ലെക്ചറായി വർക്ക് ചെയ്യുന്നത്. മമ്മിയുടെ സ്പൈ. നീ കഴിക്കുന്നില്ലേ? ഉണ്ട്. ആ, അതെങ്കിലും നടക്കട്ടെ. ഇവൻ ഇന്ന് ജുവലിനെ അന്വേഷിച്ചു പോയതാ. ഈ ക്ലാരയുടെ ഒരു കാര്യം. ക്ലാരയെ കുറ്റം പറയാൻ പറ്റുമോ? കാലം മോശമാ. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ ജുവൽ. സ്വാഭാവികമായും ക്ലാര വറീഡാകും. നിന്റെ സ്റ്റുഡന്റ് അല്ലേ, ഒന്ന് ഉപദേശിച്ചുകൂടെ? ആ കുട്ടി ഒരു പ്രത്യേക നേച്ചറാ. ക്ലാരയുടെ കാര്യം ഓർക്കുമ്പോഴാ എന്റെ വിഷമം. നീ മറ്റുള്ളവരുടെ കാര്യം ഓർത്ത് വിഷമിക്കാതെ ഞങ്ങളുടെ കാര്യം ഓർത്തൊന്ന് വിഷമിക്കാവോ? ഓ,
മേരിയുടെ ദേഷ്യം. ഓ ഇന്നും വാഴയ്ക്കാൻ മെഴുക്ക് വരട്ടി. അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? എന്താടാ ഇതിനെന്താ ഒരു കുഴപ്പം? എന്റെ അപ്പ 10-25 കൊല്ലമായില്ലേ, ഇതുവരെ മടുത്തില്ലേ? അപ്പന് ഇഷ്ടമാണെന്നും പറഞ്ഞാ ഡെയിലി ഇത് ഉണ്ടാക്കുന്നത്, അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. എന്താ എന്തു പറ്റി? ഒടുക്കത്തെ ഉപ്പ. ലോകത്തിലുള്ള സകല വീട്ടിലെയും കാര്യങ്ങൾ നീ നോക്കണുണ്ട്. നിനക്കിതിന്റെ ഉപ്പിന്റെ അളവൊന്നും നോക്കൂടെ? ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേ. വീഴാൻ കണ്ട സമയം. എന്താ ഇവിടെ? ഒന്നുമില്ല. ചേച്ചിയും മമ്മിയും തമ്മിൽ വഴക്കുണ്ടായല്ലേ? എന്നിട്ട് മുഴുക്ക കേട്ടോ? ഇതാ നിന്റെ പഠിത്തം അല്ലേ? നിന്നോട് എവിടെ ഇരുന്ന് പഠിക്കാനാ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എന്റെ മുറിയില്. എന്നാ വിട്ടോ വിട്ടോ. ഇവിടെവിടെ പോയി? സൂക്ഷിച്ചു മതി, മമ്മി അത്ര നല്ല മൂഡിലൊന്നും അല്ല. പോടാ പിന്നെ പറഞ്ഞില്ലാന്ന് പറയാം. പോടാ. ഞാൻ ഹോംവർക്ക് ചെക്ക് ചെയ്യാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ പുന്നാര മോൾ എത്ര മണിക്കാ വീട്ടിൽ വന്ന് കയറിയെന്നറിയാവോ? നിങ്ങളുടെ പുന്നാരമോളോ? നമ്മുടെ പുന്നാരമോളെന്ന് പറ. ഓ, അവളെ പ്രസവിച്ച ഞാനാണെങ്കിൽ അവൾക്ക് എന്നെ കണ്ണിന് കണ്ടൂടല്ലോ. അതൊക്കെ നിന്റെ തോന്നലല്ലേ? തോന്നല പോലും. എല്ലാവരും ജോയിങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അതല്ല ക്ലാര, അത് അവളുടെ പ്രായത്തിന്റെ പ്രശ്നമാ. ഇതേ പ്രായത്തിലുള്ള ഒരുപാട് പെൺകൊച്ചുകൾ വേറെ ഉണ്ട്. അവരൊക്കെ തോന്നുന്നേരത്തൊന്നും വീട്ടിൽ കയറി വരുന്നേ. അവരൊക്കെ തള്ളമാരോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? എപ്പ നോക്കിയാലും പശു അയവെട്ടുന്ന പോലെ ചവച്ചോണ്ടിരിക്കുക. 24 മണിക്കൂറില്ല കുന്തോടുത്ത് കാതി വെച്ചോളൂ. പിന്നെ ഞാൻ പറയുന്നൊന്നും നമുക്ക് കേൾക്കണ്ടല്ലോ. ജോ അവള് കോളേജിൽ പോകുന്ന വേഷം കണ്ടിട്ടുണ്ടോ? നേരെ ജോവേ തല ജീകത്തില്ല. കുറെ അലവലാതി ഡ്രസ് ഇട്ടുണ്ട്. ക്ലാര, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജോ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇതൊക്കെ അവളുടെ പ്രായത്തിന്റെയാണ്. കുറച്ച് കഴിയുമ്പോ സ്വഭാവമൊക്കെ താനേ മാറിക്കോളും. ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് നേരെയാക്കാം. ഇതല്ലേ ജോ ഉദ്ദേശിച്ചേ? അപ്പ പറയുന്നത് ഇപ്പൊ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നേ. ജോ സത്യമായിട്ടോ കൊന്താ ഞാൻ തല്ലിപ്പൊട്ടിക്കും. ക്ലാര, നീ വയലന്റ് ആവാതെ. ഞാനിപ്പോ എന്താ വേണ്ടത്? അവളെ ഉപദേശിക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി കഷ്ടപ്പെടുവൊന്നും വേണ്ട. നിനക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി. പക്ഷെ ഇപ്പൊ വേണ്ട, നാളെ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് സംസാരിക്കാം. ഓക്കെ? ഓ, എന്റെ വയറ് കത്തിയിട്ട് പാടില്ല. ഇതിന് മാത്രം എല്ലാവർക്കും എന്നെ വേണം.